ബാബു ഞങ്ങൾ ഒരേ ഡ്രസ്സാണ്, ഫുള്ള് ബ്ലാക്ക് ആണ് എല്ലാവരും. അബ്ബനും കാണിച്ചിട്ട് എല്ലാവരും ബ്ലാക്ക്. അബ്ബതാ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് കേൾക്കൂല. അതുകൊണ്ടായിരുന്നു ഞാൻ വോയിസ് ഓവർ ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പോയപ്പം കുറേ ഭംഗിയുള്ള പൈൻ മരങ്ങളെ കണ്ടു കേട്ടോ. പിന്നെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ അങ്ങ് ചെയ്തില്ല, ഫോട്ടോ എടുക്കാൻ നിന്നില്ല. പിന്നെ ഈ വീടുകളൊക്കെ ഭയങ്കര കുഞ്ഞതാണ് കേട്ടോ, ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ പിക്ചറിലൊക്കെ കാണുമല്ലോ, അങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞ് വീടാണ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്നപ്പോൾ ഒരു എന്താ പറയുക, അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ട് വെക്കായിരുന്നു. എന്താണ്, മനുഷ്യന്മാരെങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് ചെയ്യുന്നതാണ്. കുറേ കാണിച്ചു തരാൻ പറ്റിയില്ല, നമ്മൾ കുറേ ബാക്കിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ നിന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് നോക്കി നിൽക്കലും കുറേ ചെണ്ടയൊക്കെ മുട്ടലൊക്കെ ആയിരുന്നു അവിടെ. നല്ല അമ്പലത്തിൽ നല്ല രസമുണ്ടായിരുന്നു കാണുമ്പോൾ. പിന്നെ റൂമി അവിടെ നിന്ന് എന്താണ് കുറേ അബ്ബനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അബ്ബ ഇങ്ങനെ എന്താണ് റൂമി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ കളിക്കുകയായിരുന്നു ആ സമയത്ത്. നമ്മൾ ഊട്ടിയിലെത്തി. അപ്പോൾ ഈ പ്ലേസിൽ നമ്മൾ ഫോട്ടോ എടുക്കലും കളിക്കലും ഒക്കെയാണ്. അപ്പം നമ്മളൊരു മാർക്കറ്റിലാണ്. നമ്മളൊക്കെ ഇവിടെ സാധനങ്ങൾ നോക്കാൻ വന്നിട്ടോ. ലിപ്സ്റ്റിക് ഇറച്ച് എല്ലാ കളേഴ്സ് ഉണ്ട്. അവിടെ ഞാൻ എപ്പോഴും ഡ്രോയിങ്ങിൻ്റെ സ്ഥലത്തായിട്ട് നിൽക്കില്ല. ഡ്രോയിങ്സ് ആണോ? കുഞ്ഞും ഗമ്മല്ല. ഞാനൊരു ഗിൽറ്റർ പൗഡർ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഗിൽറ്റർ പൗഡറാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. ഞാനിങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഗമ്മൊക്കെ ചെയ്യാൻ നമുക്ക് യൂസാണ്. ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആട്ടോ. എനിക്കിഷ്ടമാണ്. ഈ ചേച്ചീനെ പോലെ തന്നെ ചെയ്തതാണ്, എനിക്കിഷ്ടമായോ. ഇത് സൂപ്പർ കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഞാനിവിടുന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കും. കുറേ നമ്മളിതാ ഇങ്ങനെ പ്ലേറ്റിലൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ആർട്ടും ക്രാഫ്റ്റൊക്കെ ചെയ്ത സ്ഥലമാണ്. അമ്മ എനിക്കിത് വേണം, എനിക്കിത് വേണം. ബ്യൂട്ടിഫുൾ, ഇതെനിക്ക് വേണം. ഇതൊരു കഫേയാണ് കേട്ടോ. ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചു. അപ്പം കഴിച്ച് നമ്മളിവിടെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഊട്ടിയിൽ നിന്ന് നേരം നമ്മുടെ വയനാട്ടിലേക്ക് പോവാം. നല്ല തണുപ്പിന് ഞാൻ നല്ല സ്ലീവ്ലെസ് ഇടുന്നതുകൊണ്ട് തണുത്തിട്ട് ഇല്ല ഒരു പറയാം.
ഇന്ന് അപ്പൻ്റെയും ഉമ്മച്ചീൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു 10th. അപ്പം ഞങ്ങൾ ഒരു 1 day ട്രിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നപ്പോൾ ഊട്ടിയിലെത്തി. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഫേ ഉണ്ട്. അപ്പോൾ ആ കഫേയിലോട്ട് വന്നപ്പോൾ കുറച്ച് റഷായെങ്കിലും ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നിന്നു. പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കുറച്ച് ചെയ്തു, കുറേ ഫോട്ടോ എടുത്തു, റൂമിൻ്റെ കൂടെ കുറേ കളിച്ചു, കുറേ ഫോട്ടോ നമ്മൾ എടുത്തു, പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. ഞാൻ പകൽ വന്നപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, രാത്രി നല്ല തണുപ്പുണ്ടാവും. നമ്മൾ രാത്രി വരെ നിൽക്കുന്നില്ല, നമ്മളിപ്പോൾ പോവാണ്.